അതുപോലെ പല സ്ഥലത്തും പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് നടന്ന അവസാനം പോലീസ് സെല്ല് കിട്ടി പലരും കിടപ്പായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഒരു തലമുറയുണ്ട്. അതെ അതെ. അപ്പോൾ ഇതെല്ലാം കണ്ട് ശീലിച്ചവരാരും ആ പാർട്ടിയുടെ പിന്നിലാണ് നിരക്കത്തില്ല. അത് തന്നെയല്ല, പാർട്ടി നേതാക്കന്മാരെല്ലാം കള്ളം പറയുന്നവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യവും നീതിയൊക്കെ ഉള്ള കുട്ടികളും ആൾക്കാർ ആ രീതിയിൽ ഈ അണികളെ കൊണ്ടുപോകണം. ഇവരെല്ലാവരും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ എതിര് പറഞ്ഞ് പാർട്ടികളെ അങ്ങനെ തിരിക്കുന്നതാണ് കാണുന്നത്. സത്യവും നീതിയും പറയുന്ന വസ്തുതകൾ മനസ്സിലാക്കി പറയുന്ന പാർട്ടിക്കാർ വളരെ കുറവാണ്, നേതാക്കന്മാർ കുറവാണ്. ഓക്കെ. അതിൽ നിന്ന് വ്യത്യസ്തമായ 4 പേരാണ് ഇപ്പോൾ MLA ആയത്. അപ്പോൾ ആ ഒരു സംഖ്യ അവരുടെ പിന്നിൽ ആൾ കൂടുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് അങ്ങ് പറയുന്നത്. ഓക്കെ. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസ് പോലീസ് ഹാൻഡിൽ ചെയ്ത രീതി വലിയ രീതിയിൽ വിമർശന വിധേയമായിട്ടുണ്ട്. ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് CPMൻ്റെ കയ്യിലാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം പോലീസുകാർ അവിടെ വന്ന്, അത് ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഈ CPMൻ്റെ നേതാക്കളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, അവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തോട്ടെ. അപ്പോൾ വളരെ ബോസി ആയിട്ടുള്ള ബോഡി ലാംഗ്വേജിലാണ് CPMൻ്റെ നേതാക്കൾ പറയുന്നത്, നിങ്ങളിവിടെ സീൻ ഉണ്ടാക്കരുത്, ഞങ്ങൾ അവരെ കൊണ്ടുതരാം, നിങ്ങൾ പോകണം, പിരിഞ്ഞു പോകണം, പോലീസ് ഈ ജനങ്ങളെ പ്രകോപിപ്പിക്കാതെ പോകണം എന്നാണ് പറയുന്നത്. പോലീസ് ആ ഒരു സീൻ ഹാൻഡിൽ ചെയ്തത് എത്രത്തോളം ശരിയായിട്ടായിരുന്നു? പോലീസ് ആ കാര്യത്തിൽ പരാജയപ്പെട്ടു. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന സമയത്തുള്ള പോലീസ് നയത്തിൽ നിന്ന്, അവരുടെ ആ നയത്തിൽ നിന്ന് ഇപ്പോൾ ആ ഓഫീസേഴ്സ് ആരും മാറിയില്ല. പ്രത്യേകിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHO ആയിരുന്ന പ്രശാന്ത്, അയാൾ ഇടതുപക്ഷ ഇടതുപക്ഷ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡൻ്റാണ്. അയാൾ 15 വർഷമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ കിടക്കുകയായിരുന്നു. അയാളെ തന്നെയാണ് മ്യൂസിയത്തെ സർക്കിളായി SHO ആക്കിയിട്ട് ഇപ്പം രമേശ് ചെന്നിത്തല പോസ്റ്റ് ചെയ്ത്. അത് മനഃപൂർവ്വമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയാൾക്കൊരു സസ്പെൻഷൻ കൊടുക്കാൻ ഇപ്പം ഈസി ആയില്ലേ. അയാൾ പരാജയപ്പെട്ടല്ലോ. അയാൾ ഏത് പാർട്ടിക്കാരനായാലും ശരി, ഏത് പാർട്ടിയുടെ പ്രസിഡന്റ്, അസോസിയേഷൻ പ്രസിഡന്റ് ആയാലും ശരി, അയാളെ സംബന്ധിച്ചൊരു SHO എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യുന്ന ഉത്തരവാദിത്തം അയാളാണ്. ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഓഫീസ് കിട്ടി ഇറങ്ങി വന്ന ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്ന അയാൾക്കറിയാം. അപ്പോൾ അതിനു വേണ്ട റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ ചെയ്യണം. അത് ചെയ്തില്ല. രണ്ടാമത് ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ ഇടം അജിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അവരെ റിലീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ അകത്ത് നിർത്തി ഇവിടെ മുഴുവൻ ക്ലിയർ ചെയ്തിട്ടില്ലേ വിടേണ്ടതുള്ളൂ. അത് മണ്ടത്തരായിപ്പോയില്ലേ.